ചില ആളുകളിൽ അത്തരം മരുന്നുകൾ കഴിച്ചാൽ പോലും അവരുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത കണ്ടീഷൻ ഉണ്ട്. ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. തൈറോയിഡ് രോഗങ്ങളിൽ ഭൂരിഭാഗം അസുഖങ്ങളുടെയും ബേസിക് കാരണം എന്ന് പറയുന്നത് നമ്മുടെ ചികിത്സയുടെ കൂടെ തന്നെ ബാലൻസ്ഡ് ഡയറ്റിനെ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഹലോ എവ്രിവൺ, നമ്മുടെ ഇടയിൽ ഇന്ന് വളരെ കോമൺ ആയി കണ്ടുവരുന്ന അസുഖങ്ങളിൽ ഒന്നാണ് തൈറോയിഡ് ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ. ഇത്തരം ഡിസോർഡേഴ്സ് പലപ്പോഴും നമ്മൾ അറിയാതെ പോകുന്ന സാഹചര്യം ഉണ്ടാവാറുണ്ട് അല്ലെ? അപ്പൊ തൈറോയിഡ് ഡിസോർഡേഴ്സിനെ പറ്റിയും അതിന്റെ ട്രീറ്റ്മെന്റ്സിനെ പറ്റിയും നമ്മളെ കൂടുതൽ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ഇന്ന് നമ്മളുടെ കൂടെ ഹെവൻസ് ഹോമിയോപ്പതി ക്ലിനിക്കിലെ ഡോക്ടേഴ്സായ ഡോക്ടർ ഷാഹിദ് യു ആൻഡ് ഡോക്ടർ ഭവ്യ ആണുള്ളത്. ഡോക്ടർ, ക്ഷീണം, തടിവെക്കുക, ഇതൊക്കെയാണല്ലോ പൊതുവെ തൈറോയിഡ് രോഗികൾ നോട്ടീസ് ചെയ്യുന്ന സിംറ്റംസ്. ഇതല്ലാതെ അവർ ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലും ലക്ഷണങ്ങളുണ്ടോ? അർച്ചന ഇപ്പൊ പറഞ്ഞത് തൈറോയ്ഡ് രോഗത്തിലെ ഒരു ടൈപ്പിന്റെ ലക്ഷണങ്ങൾ മാത്രമാണ്, അതായത് ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. എന്നാൽ അതല്ലാതെ ഇതിന്റെ നേരെ വിപരീത സ്വഭാവമുള്ള ഒരു ടൈപ്പ് കൂടെ ഉണ്ട് തൈറോയ്ഡ് രോഗത്തിൽ. അത് ഹൈപ്പർ തൈറോയിഡിസം എന്നാണ് നമ്മൾ പറയാം. ഹൈപ്പർ തൈറോയിഡിസത്തിലും ആളുകൾ എത്ര ഭക്ഷണം കഴിച്ചാൽ പോലും അവർ മെലിഞ്ഞു വരികയാണ് ചെയ്യാം. ഇനി നേരത്തെ ചോദിച്ച ഹൈപ്പോ തൈറോയിഡിസത്തില് നമ്മൾ ആളുകൾ പലപ്പോഴും ശ്രദ്ധിക്കാത്ത ലക്ഷണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിപ്രഷൻ എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ അടുത്ത ആളുകൾ പറയുന്നത് അവർക്ക് വെറുതെ വിഷമം വരിക, അവർക്കൊന്നും ചെയ്യാനുള്ള ഒരു ഉന്മേഷമില്ല, ബോറടിക്കുക എപ്പോഴും, ആ തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുക. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ഓർമ്മക്കുറവ് ഉണ്ടാവാം, കോൺസെൻട്രേഷനിൽ പ്രയാസം ഉണ്ടാകാം, ചിലപ്പോൾ സ്കിന്നിന് ഡ്രൈനെസ് വരാം, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കണ്ണിന് ചുറ്റും നീർ കെട്ടുന്ന സാഹചര്യം, അതുപോലെ തന്നെ മുഖത്ത് നീര് വരുന്ന സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് ജലദോഷം ഒന്നും ഇല്ലെങ്കിൽ പോലും ഒച്ചയടപ്പ് പോലെയുള്ള സാധ്യതകൾ കാണാറുണ്ട്. അതോടൊപ്പം തന്നെ ചില ആളുകൾക്ക് കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം പോലെയുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതോടൊപ്പം തന്നെ പലപ്പോഴും ആളുകൾ ഒട്ടും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് കൈയും കാലും തണുപ്പ് അനുഭവപ്പെടുക എന്നുള്ളത്. ഇപ്പൊ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള തണുപ്പ് അനുഭവപ്പെടും. ഇതെല്ലാം തന്നെ ആളുകൾ പലപ്പോഴും മിസ് ചെയ്യുന്നത്, എന്നാൽ ഹൈപ്പോ തൈറോയിഡിസത്തിന്റെ പ്രധാന ലക്ഷണങ്ങളിൽ പെട്ടതാണ്. അപ്പൊ ഹൈപ്പോ തൈറോയിഡിസത്തിനെ പറ്റിയാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് അല്ലേ? ഇതുപോലെ ഹൈപ്പർ തൈറോയിഡിസത്തിനും ശ്രദ്ധിക്കാതെ പോകുന്ന എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടോ? ഒന്ന് പറയാമോ? അങ്ങനെ കുറെ ലക്ഷണങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ചെറിയ കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് അനുഭവപ്പെടുക, അല്ലെങ്കിൽ ടെൻഷൻ ആവുക, ഇറിറ്റബിൾ ആവുക എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, എന്നാലും എത്ര കടന്നാലും ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വയറിളക്കം തന്നെ ആണെന്നില്ല, എന്നാലും മലവിസർജനത്തിൽ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കൈപ്പത്തി അല്ലെങ്കിൽ കൈവിരലുകളൊക്കെ ഭയങ്കരമായിട്ട് വിറയ്ക്കുക അല്ലെങ്കിൽ ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും പിടിക്കുമ്പോഴൊക്കെ ഭയങ്കരമായിട്ട് വിറയൽ അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കൈകളിലെ വിരലുകൾക്കിടയിലൊക്കെ ഭയങ്കരമായിട്ട് വിയർക്കുന്നുണ്ട്, കാരണം ഈ ഭയങ്കരമായിട്ട് ചൂടാവുന്നത് കാരണം കൈപ്പത്തിയൊക്കെ ഭയങ്കരമായിട്ട് വിയർക്കുക അല്ലെങ്കിൽ നനവ് അനുഭവപ്പെടുന്നുണ്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സ്ത്രീകളിൽ കാണുന്നതാണ് മെൻസസ് ഇറഗുലർ ആണ് അല്ലെങ്കിൽ ബ്ലീഡിങ് ഭയങ്കര കുറവാണെന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ ഹാർട്ട് ബീറ്റ് ഭയങ്കരമായിട്ട് കൂടുക അല്ലെങ്കിൽ ഹാർട്ട് റേറ്റ് കൂടുക അല്ലെങ്കിൽ പാൽപിറ്റേഷൻസ് ഉണ്ടാവുക. അപ്പൊ ഇത് ചില സമയത്ത് ആൻസൈറ്റി അറ്റാക്ക് ആണോ എന്ന് കൺഫ്യൂസ് ചെയ്യപ്പെടാറുണ്ട്. പക്ഷെ ഇത് ചിലപ്പം ഹൈപ്പർ തൈറോയിഡിസത്തിന്റെ ഭാഗം തന്നെയായിരിക്കും. അതേപോലെ തന്നെ ഓട്ടോ ഇമ്മ്യൂൺ കേസായി ഗ്രേസ് ഡിസീസിന്റെ ഭാഗമായിട്ട് വരുമ്പോൾ കണ്ണിനെ എഫക്ട് ചെയ്യുമ്പോൾ കണ്ണ് ബൾജ് ഔട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അവിടെ കണ്ണിന് കാഴ്ചയ്ക്ക് ബുദ്ധിമുട്ടോ കണ്ണിൽ എന്തെങ്കിലും മണൽ കയറിയപ്പോലോ ഇറിറ്റബിൾ ആയിട്ട് ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ കണ്ണിന് ചുറ്റും ഒരു പഫിനെസ്സോ നീർക്കെട്ടൊക്കെ അനുഭവപ്പെടുന്ന പോലെ തോന്നാറുണ്ട്. അതേപോലെ തന്നെ ഗ്രേസ് ഡിസീസിന് സ്പെസിഫിക് ആയിട്ട് കാണുന്നതാണ് ഈ കാൽമുട്ടിന്റെ താഴെയുള്ള ചർമ്മം ഭയങ്കരമായിട്ട് കട്ടിയായ പോലെ അല്ലെങ്കിൽ നിറം മാറുന്ന പോലെയൊക്കെ തോന്നുന്നത്. അത് സ്പെസിഫിക് ആയിട്ട് കാണുന്നതാണ്. അപ്പൊ ഇത്തരം ലക്ഷണങ്ങളൊക്കെ മെയിൻ സിംറ്റംസ് ആയ ഈ വെയിറ്റ് ലോസിന്റെ കൂടെ തന്നെ വരുന്നെങ്കിലും അധികം നോട്ടീസ് ചെയ്യാതെ പോകുന്ന ലക്ഷണങ്ങളാണ്. പല ആളുകളും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ കാലങ്ങളായി തൈറോണോം പോലുള്ള അലോപ്പത്തിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട്, അതുവഴി TSH ലെവൽ നോർമൽ ആകുന്നുണ്ട്, എന്നാലും ക്ഷീണം പോലുള്ള മറ്റ് ലക്ഷണങ്ങൾ പലപ്പോഴും കുറഞ്ഞു കാണാറില്ല എന്ന്. അതെന്തുകൊണ്ടായിരിക്കും? അതിന് പല കാരണങ്ങളുണ്ട്. ചില ആളുകളിൽ അത്തരം മരുന്നുകൾ കഴിച്ചാൽ പോലും അവരുടെ ബോഡി അതിനോട് റെസ്പോണ്ട് ചെയ്യാത്ത കണ്ടീഷൻ ഉണ്ട്. മറ്റു ചില ആളുകൾ ഒരുപക്ഷെ ഡോസേജിൽ വ്യത്യാസം വന്നാലും ഇത്തരം ലക്ഷണങ്ങൾ വരാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇതൊന്നുമല്ല. നമ്മൾ ഇന്ന് കാണുന്ന തൈറോയിഡ് രോഗങ്ങളിൽ ഭൂരിഭാഗം അസുഖങ്ങളുടെയും ബേസിക് കാരണം എന്ന് പറയുന്നത് ഹാഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് എന്ന് പറയുന്ന ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ്. നമ്മൾ പലപ്പോഴും ഈ ഹോർമോൺ ഗുളികൾ മാത്രം എടുക്കുമ്പോൾ ഈ ബേസിക് റീസണെ പലപ്പോഴും അഡ്രസ് ചെയ്യുന്നില്ല, അതിനുവേണ്ടിയുള്ള മരുന്നോ ചികിത്സകളോ എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കണ്ടീഷൻ, ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ടാക്കുന്ന ലക്ഷണങ്ങൾ പലപ്പോഴും ബാക്കി ാവുന്നു എന്നുള്ളതാണ് സത്യം. നമ്മൾ ആക്ച്വലി ചെയ്യേണ്ടത് ആ ഒരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനെ കൂടെ അഡ്രസ് ചെയ്യുന്ന, അതിനെ കൂടെ ഭേദമാക്കുന്ന തരത്തിലുള്ള ചികിത്സകളും മരുന്നുകളും എടുക്കുകയും ആ തരത്തിൽ ഒരു ട്രീറ്റ്മെന്റ് മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇത്തരം ലക്ഷണങ്ങളിലൊക്കെ നമുക്ക് മാറ്റം കാണാറുണ്ട്.
തൈറോയ്ഡ് രോഗത്തിന് സ്ഥിരമായി ഹോർമോൺ ടാബ്ലറ്റ്സ് ഒരുപാട് എടുക്കുന്നവരുണ്ടാകും അല്ലെ? അപ്പൊ ഇതിന് എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടോ? അത്തരം ടാബ്ലറ്റ്സുകളൊക്കെ ഡോസ് കൂടി കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൊടുക്കുമ്പോഴൊക്കെ ബോഡിയിൽ പല ലക്ഷണങ്ങളും കാണിക്കാവുന്നതാണ്. അപ്പം ഇത്തരം ടാബ്ലറ്റ്സുകൾ ജീവിതകാലം മുഴുവൻ കഴിക്കണം എന്നുള്ളൊരു മിഥ്യാധാരണ ഉണ്ട്. എന്നാൽ നമ്മുടെ ചികിത്സയുടെ കൂടെയും ബാലൻസ്ഡ് ഡയറ്റിന്റെ കൂടി ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നുകളിൽ നിന്നൊക്കെ പൂർണ്ണമായിട്ടുള്ള മുക്തി നേടാവുന്നതാണ്. അപ്പൊ നമ്മൾ അതിൽ ഇൻവോൾവ് ചെയ്യേണ്ട ഒരു കാര്യമാണ് മാക്സിമം നമ്മൾ ഈ ഫ്രൈഡ് ഫുഡുകൾ അല്ലെങ്കിൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. അതേപോലെ ആഡഡ് ഷുഗേഴ്സ് അല്ലെങ്കിൽ ജ്യൂസസ്, അതേപോലെ തന്നെ ഈ ഗ്ലൂട്ടൻ അടങ്ങിയ അല്ലെങ്കിൽ കഫിൻ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി എന്തെങ്കിലും യോഗയിലോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിറ്റേഷൻസോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഹോബീസോ അതിൽ ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മൾ ഡെയിലി ഒരു 30 മിനിറ്റെങ്കിലും എന്തെങ്കിലും ലൈറ്റ് ആയിട്ടുള്ള എക്സസൈസോ അല്ലെങ്കിൽ നടക്കാനോ നമ്മൾ ചെലവഴിക്കേണ്ടതാണ്. അത് കമ്പൽസറി ആയിട്ട് അതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. 6 മുതൽ 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഇത്തരം ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മുടെ ഈ ചികിത്സയുടെ കൂടിയും ബാലൻസ്ഡ് ഡയറ്റിന്റെ കൂടിയും ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരം പ്രോബ്ലംസിനൊക്കെ നമുക്ക് പരിഹാരം ഉണ്ടാവുന്നതാണ്. തൈറോയ്ഡ് ഡിസോർഡേഴ്സിന് കാലങ്ങളായി ഹോർമോൺ ടാബ്ലറ്റ്സ് എടുക്കുന്നവർ ഒരുപാട് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് കൂടെ തന്നെ ഹോമിയോപ്പതിക് ചികിത്സ എടുക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹോർമോൺ ടാബ്ലറ്റ്സ് സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് സമയം ആയിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്കത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് ഹോമിയോപ്പതി ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. എന്നാൽ വർഷങ്ങളായിട്ട് ഇങ്ങനത്തെ ഹോർമോൺ ടാബ്ലറ്റ്സ് കഴിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ബോഡിയിൽ പല ലക്ഷണങ്ങളും കാണിക്കും. അപ്പോൾ നമ്മുടെ ഹോമിയോപ്പതി സ്റ്റാർട്ട് ചെയ്യുമ്പം അതിന്റെ കൂടെ തന്നെ ഈ മെഡിസിൻസ് സ്ലോലി ആയിട്ട് അതിന്റെ ഡോസ് കുറച്ച് കൊണ്ടുവന്നിട്ട് നിർത്താനേ പാടുള്ളൂ. അപ്പൊ നമ്മൾ ഇത്ര നേരം സംസാരിച്ചതെല്ലാം തൈറോയ്ഡ് ഡിസോർഡേഴ്സിന് ഇത്തരം അലോപ്പതിക് മെഡിസിൻസും മറ്റ് ചികിത്സാ രീതികളെല്ലാം എടുത്തിട്ടും ലക്ഷണങ്ങൾക്ക് ഒരു മാറ്റവും ഇല്ലാത്ത രോഗികളെ കുറിച്ചാണല്ലേ. അപ്പം ഇത്തരം രോഗികൾക്ക് ഹോമിയോപ്പതിക് ചികിത്സ ഒരു പരിഹാരമാണോ? തീർച്ചയായിട്ടും ആണ്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള തൈറോയ്ഡ് രോഗങ്ങൾക്ക് ഇന്ന് ഹോമിയോപ്പതിയിൽ മികച്ച ചികിത്സ ലഭ്യമാണ്. ഹോമിയോപ്പതിയിൽ നമ്മൾ ഇന്ന രോഗത്തിന് ഇന്ന ടാബ്ലറ്റ് എന്നുള്ളതിന്റെ അപ്പുറത്ത് രോഗിയുടെ മെന്റൽ മേക്കപ്പ്, ഫിസിക്കൽ മേക്കപ്പ്, അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ, ഇമോഷൻസ്, ഇതെല്ലാം കണക്കിലെടുത്തിട്ടാണ് നമ്മൾ മരുന്നും ചികിത്സയും നിർദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ സമയത്തിന്റെ അകത്ത് നമുക്ക് ലക്ഷണങ്ങളിലുള്ള നല്ല ഇമ്പ്രൂവ്മെന്റ് കാണുകയും കുറഞ്ഞ സമയത്തിന്റെ അകത്ത് തന്നെ നമ്മുടെ ഹോമിയോപ്പതി ചികിത്സ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നത് നിർത്താൻ സാധിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ഒരു ഹോളിസ്റ്റിക് അല്ലെങ്കിൽ ഇൻഡിവിജ്വലിസ്റ്റിക് മെഡിസിൻ നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് പാർശ്വഫലങ്ങൾ വളരെ കുറവാണ് എന്നുള്ളതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ മറ്റൊരു പ്രത്യേകത. ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തൈറോയ്ഡ് രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സകളെക്കുറിച്ചും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരിലേക്കും എത്തിക്കാൻ സാധിച്ചു എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൂടാതെ തന്നെ ഈ വീഡിയോ അവസാനം വരെ കണ്ടിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും താങ്ക്സ് എ ലോട്ട്. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് ഇത്രയധികം ഇൻസൈറ്റ് തന്ന ഡോക്ടർ ഷാഹിദ് യു ആൻഡ് ഡോക്ടർ ഭവ്യ ഫ്രം ഹെവൻസ് ഹോമിയോപ്പതി ക്ലിനിക്, താങ്ക് യു ഡോക്ടേഴ്സ്.